മിക്കവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് മുക്തി, എന്താണ് മോക്ഷം, എന്താണ് നിർവ്വാണം, എന്താണ് ആത്മസാക്ഷാത്കാരം എന്ന ഒരു ചോദ്യമാണ്. ഇതിന് ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും പറയുകയാണ്, ഈ വിസ്ഡം അല്ലെങ്കിൽ വൈസ് അല്ലെങ്കിൽ ഈ പ്രജ്ഞ എന്ന് പറയുന്ന ഈ കാര്യത്തിന് അത് എന്താണ് അർത്ഥം, അല്ലെങ്കിൽ എന്തിനെയാണ് നമ്മൾ ബോധോദയം എന്ന് പറയുന്നത്, എന്തിനെയാണ് നമ്മൾ അവേക്കനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സത്യത്തിലേക്കുള്ള ഉണരലാണ് അവേക്കനിങ്. സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് ഒറിജിനേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പഠിച്ച സമുപ്പാദം എന്ന് പറയുന്ന 12 കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം. അതിനെയാണ് നമ്മൾ നിർവ്വാണം അല്ലെങ്കിൽ അവേക്കനിങ് അല്ലെങ്കിൽ ബോധോദയം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ 12 കാര്യങ്ങൾ? അവിദ്യയിൽ നിന്ന് എങ്ങനെയാണ് സംസ്കാരം ഉണ്ടാകുന്നത്, സംസ്കാരത്തിൽ നിന്ന് എങ്ങനെയാണ് വിജ്ഞാനം ഉണ്ടാകുന്നത്, വിജ്ഞാനത്തിൽ നിന്ന് എങ്ങനെയാണ് നാമരൂപം ഉണ്ടാകുന്നത്, നാമരൂപത്തിൽ നിന്ന് എങ്ങനെയാണ് സലായതനം അല്ലെങ്കിൽ ഈ 6 ആയതനങ്ങൾ ഉണ്ടാകുന്നത്, സലായതനത്തിൽ നിന്ന് എങ്ങനെയാണ് സ്പർശമുണ്ടാകുന്നത്, സ്പർശനത്തിൽ നിന്ന് എങ്ങനെയാണ് വേദന ഉണ്ടാകുന്നത്, വേദനയിൽ നിന്ന് എങ്ങനെയാണ് തൃഷ്ണ ഉണ്ടാകുന്നത്, തൃഷ്ണയിൽ നിന്ന് എങ്ങനെയാണ് ഉപാദാനം ഉണ്ടാകുന്നത്, ഉപാദാനത്തിൽ നിന്ന് എങ്ങനെയാണ് ഭവം ഉണ്ടാകുന്നത്, ഭവത്തിൽ നിന്ന് എങ്ങനെയാണ് ജാതി ഉണ്ടാകുന്നത്, ജാതിയിൽ നിന്ന് എങ്ങനെയാണ് ജര, മരണം, ശോകം, പരിദേവം ഇതെല്ലാം ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ആ അറിവ് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ അവസ്ഥയിൽ നമുക്ക് ലഭിക്കും. അതിനെയാണ് നമ്മൾ നിർവ്വാണം എന്ന് പറയുക. അതിനെയാണ് മുക്തി മോക്ഷം എന്ന് പറയുക. മുക്തി മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിച്ച സമുത്പാദം എന്ന് പറയുന്ന ഈ സംഗതി, അതായത് എങ്ങനെയാണ് ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അവിദ്യയിൽ നിന്ന് ഈ സംസ്കാരങ്ങൾ ഉണ്ടാകുന്ന സംസ്കാരങ്ങളിൽ നിന്ന് പുതിയ വിജ്ഞാനവും അതേപോലെ തന്നെ പുതിയ ജന്മവും എല്ലാം കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു അവസ്ഥ. അതിനെയാണ് നമ്മൾ മുക്തി മോക്ഷം എന്ന് പറയുന്നത്.